ഇപ്പോഴും ഞാൻ പറയും ജിത്തു ജോസ് ത്രില്ലർ എന്താ പറയുക ഒരു കിങ് തന്നെയാണ് ജിത്തു ജോസഫ്. ആ ഒരു ജോണർ മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നി. വൺ ടൈം വാച്ച് ഫിലിമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഫാമിലി എന്റർടൈനർ ആണ്. ചിരിക്കാൻ ഒത്തിരി ഉണ്ട്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടാണ് ഒന്നുകൂടെ നമ്മൾ ട്വിസ്റ്റുകളാണ്, ട്വിസ്റ്റാണ്. അത് കൊണ്ടുപോയ രീതി അടിപൊളിയായി. കണക്ട് ചെയ്ത് കൊണ്ടുപോയ രീതി അടിപൊളിയായിരുന്നു. അത് കൊള്ളാം. ബേസിൽ വെച്ച് കിട്ടുന്ന അഭിനയം. ജിത്തു ജോസഫിന് കോമഡി ഒക്കെ വർക്കൗട്ട് കോമഡി ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആവില്ല. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പാടും. ഒന്ന് കണ്ടു നോക്കും എല്ലാവരും. ഗുരുവായൂരമ്പല നടയിൽ അതിനേക്കാൾ നല്ല കോമഡിയാണ്. അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ പടം നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കണം. കോമഡി എന്റർടൈനർ നോക്കുഴി എന്ന് പറഞ്ഞാൽ ജിത്തു ജോസഫിന്റെ എല്ലാ പടങ്ങളും നമ്മൾ കണ്ടക്കുന്നത് അതൊരു ക്രൈം ത്രില്ലർ അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷെ ഇത് ക്രൈം ത്രില്ലറേ അല്ല. ഇതിൽ ക്രൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു കോമഡി രീതിയിലാണ് കൊണ്ടുവന്ന് ചെയ്തു വരുന്നത്. അഭിനയിച്ച എല്ലാവരും, ഈ പടത്തിൽ അഭിനയിച്ച എല്ലാവരും കിടിലായിട്ട് കോമഡി ചെയ്തിട്ടുണ്ട്. അതായത് സിദ്ദിഖായാലും മറ്റേ ബേസിൽ, അതേപോലെ ബൈജു, മനോജ് കെ ജെയിൻ എല്ലാവരും നല്ല കിടിലായിട്ട് കോമഡി ചെയ്തിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ കാണാവുന്നൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഒരു പടം. അത്യാവശ്യം കോമഡി, നല്ല ഒരു പ്രത്യേക മൂടുള്ള സിനിമയാണ്. നല്ല സിനിമ. ബേസിൽ അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട്. അടിപൊളിയായിട്ട് വയ്യാണ്ടായി. നല്ല പടം. ഫുള്ള് കോമഡിയാണ്. ഫുള്ള് കോമഡിയാണ്. സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? നല്ല സ്റ്റോറിയാണ്. ജിത്തു ജോസഫിന്റെ പടത്തിൽ എങ്ങനെ പ്രതീക്ഷ? കോമഡിയാന്നോട്ട് തന്നെ വന്നത്. ചിരിച്ചിട്ട് വയ്യാണ്ടായി. ചിരിക്കാണ്ട് കുറെ നല്ല സിനിമ. ഒരു മിനിറ്റ് വേസ്റ്റ്